ഹലോ, വെൽക്കം ബാക്ക് ടു നിക്കൂസ് വേൾ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിക്കുവിൻ്റെ ബർത്ത്ഡേ ഇങ്ങ് വരാറായി കേട്ടോ. ഓഗസ്റ്റ് 25 അവളുടെ സെക്കൻഡ് ബർത്ത്ഡേ. അപ്പോൾ ബർത്ത്ഡേക്ക് നമുക്ക് ബർത്ത്ഡേ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനും അമ്പലത്തിലൊക്കെ പോകാനും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ, പിന്നെ പിറന്നാളിന് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ, അതായത് പിറന്നാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാൾ വരുന്നുണ്ടേ, അതിനൊക്കെ പട്ടപ്പാടയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പോയാണ് കേട്ടോ. ആദ്യം നമ്മളവളുടെ ബർത്ത്ഡേ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതി, അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ എടുക്കാമെന്ന് കരുതി. അപ്പോൾ അതിനൊരു ഞാനൊരു മോഡൽ നേരത്തെ തന്നെ എല്ലാം നോക്കി സെറ്റ് ചെയ്ത് പിൻട്രസ്റ്റിലൊക്കെ നോക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിരാസത്ത് വന്നേക്കുവാണ് കേട്ടോ. നെയ്യാറ്റിൻകരയാണ് കേട്ടോ വിരാസത്ത്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പ്ലെയിൻ മെറ്റീരിയൽ മതി, അതിൽ ഞാൻ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്തെടുക്കും. അപ്പോൾ നിക്കുവിന് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത അവിടെ തന്നെ ഞാനിത് എടുത്ത് അയച്ചു കൊടുക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ സ്റ്റിച്ച് ചെയ്യാം, എടുത്തയച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ അവളുടെ ഇതിന് മാത്രം മെറ്റീരിയൽ എടുത്തപ്പോൾ തന്നെ ഒരു 600-700 സംതിങ് 700-നകത്തായി കേട്ടോ എമൗണ്ട്. ആദ്യം ഞാനൊന്ന് റെഡിമെയ്ഡ് നോക്കാം എന്നൊക്കെ കരുതിയിരുന്നതാണ് കേട്ടോ മുന്നേ. പക്ഷേ എനിക്ക് ഇതേ തീം ഇതുപോലത്തെ സംഭവം തന്നെ വേണം എന്നൊരിതുണ്ടായിരുന്നു ഫ്രോക്ക്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പേസ്റ്റൽ ഷെയ്ഡിൽ ഒരു ഫ്രോക്കാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ മെർമെയ്ഡ് തീമില്ലേ, മെർമെയ്ഡിൻ്റെ ഫ്രോക്ക്, ഒരു നല്ല അക്വ ബ്ലൂവും ഒക്കെ ചേർന്നിട്ട് ഒരു പേസ്റ്റൽ ഷെയ്ഡൊക്കെ ചേർന്ന ഒരു നല്ല അടിപൊളി ഫ്രോക്കാണ് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടേക്കുന്നത്. അത് അവിടെ എങ്ങും കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മെറ്റീരിയലൊക്കെ എടുക്കാമെന്ന് തിരിഞ്ഞു കേട്ടോ. അതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ സ്റ്റിച്ച് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ പോയത് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനും കടയൊക്കെ ഏകദേശം ക്ലോസ് ചെയ്യാറൊക്കെ ആയിരുന്നു. അതുകൊണ്ട് വേറെ മെറ്റീരിയൽസ് ഒന്നും എടുക്കാൻ നിന്നില്ല, വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ചു. നമ്മൾ ബർത്ത്ഡേ ഫ്രോക്കിൻ്റെ എടുത്ത് അയക്കാനുള്ളതല്ലേ, അത് മാത്രം എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ആരും പേടിക്കേണ്ട, ഇത് നിക്കുവിൻ്റെ കൊച്ചിച്ച മേടിച്ച് കൊടുത്തതാണ്, ഞാൻ വെറുതെ വെച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരു 2 days കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ വന്നു വീട്ടിൽ. അമ്മ അമ്പലത്തിലൊക്കെ പോകാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോഴത്തേനും നമ്മൾ ഇന്ന് അമ്പലത്തിലൊക്കെ പോകാമെന്ന് കരുതിയിട്ട് നിക്കുവും റെഡിയായിട്ട് നിൽക്കുവാണ്. പിന്നെ നിക്കുവിൻ്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് നിക്കുവിൻ്റെ കൊച്ചിച്ച മേടിച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇന്ന് ഒന്നിൽ കൂടുതൽ അമ്പലത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിക്കുവിന് നമ്മുടെ ട്രഡീഷണൽ വെയർസ് ഒന്നും ഞാൻ ഇട്ട് കൊടുക്കാത്ത, പട്ടുപാവടയും സംഭവങ്ങളൊന്നും. അത് മാത്രമല്ല നല്ല അടിപൊളി മഴയുണ്ട് കേട്ടോ. അതാണ് ഞാൻ സാരി കൊടുക്കാമെന്നൊക്കെ ആദ്യം വിചാരിച്ചിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല, മഴ ആയതുകൊണ്ട് അതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെ അങ്ങ് പോകാൻ കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ വിഷ്ണുപുരം ക്ഷേത്രത്തിൽ പോകാൻ കരുതി കേട്ടോ. നമ്മൾ നെയ്യാറ്റിൻകര പെരുമ്പഴുതൂർ കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് ആണ് പോകേണ്ടത് കേട്ടോ. എനിക്ക് കറക്റ്റ് ലൊക്കേഷൻസ് ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ പണ്ട് ഞാൻ കുഞ്ഞിലെങ്ങാണ്ട് പോയിട്ടുള്ളതാണ് കേട്ടോ. നല്ല അടിപൊളി രസമുള്ള സ്ഥലമാണ്, എനിക്ക് ചെറിയ ഓർമ്മയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ കുറച്ച് ക്ഷയിച്ച്, എന്ന് വെച്ചാൽ ഈ തറവാടൊക്കെ ക്ഷയിക്കൂലേ, അതുപോലെ ക്ഷയിച്ച ഒരു അമ്പലമാണ് കേട്ടോ. പക്ഷേ എനിക്ക് ചെന്ന് കണ്ടപ്പോൾ ഒരു സങ്കടം പോലെ തോന്നി കേട്ടോ. ഒരുപാട് ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. പെട്ടെന്ന് ആളൊഴിഞ്ഞ ഒരു സ്ഥലമായിട്ട് മാറി, കാടും പിടിച്ചൊക്കെ കിടക്കുന്നുണ്ട്. ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ എന്ത് ഭംഗിയാണെന്ന് പറയുമ്പോൾ കാണാൻ ഭയങ്കര ഐശ്വര്യവും എന്താണെന്നറിയത്തില്ല, എന്തോ ഒരു ഭംഗിയാണെന്ന് പറയുമ്പോൾ ആൾക്കാരും ഒക്കെ ഉണ്ടായിട്ട് നന്നായിട്ട് നോക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ നല്ലൊരു അമ്പലമായിരുന്നു. എന്ത് രസമായിരുന്നു എന്നറിയാമോ. ഭയങ്കര ഒരു പോസിറ്റീവ് വൈബും. അവിടെ പോയപ്പോൾ ആലിൻ്റെ ചുവട്ടിലൊക്കെ പോയി കുറച്ച് നേരം നിന്ന് അമ്പലത്തിന് ഉൾവശമൊന്നും ഷൂട്ട് ചെയ്തില്ല കേട്ടോ. പ്രസാദമൊക്കെ കിട്ടി, ഞങ്ങൾക്ക് അർച്ചനയൊക്കെ കഴിപ്പിച്ചു. ഒരൊറ്റ മനുഷ്യരില്ലായിരുന്നു. ട്രസ്റ്റിൻ്റെ കീഴിലല്ല കേട്ടോ, സ്വന്തമായിട്ട് ആരോ ഇത് ഏറ്റെടുത്ത് ചെയ്യുകയാണ്. ട്രസ്റ്റൊന്നും അല്ല, ട്രസ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഭയങ്കരമായിട്ട് അതങ്ങ് ക്ഷയിച്ചു പോയി, ഭയങ്കര വിഷമം തോന്നി കേട്ടോ. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പോണ്ട്, ഒരു കുളമൊക്കെ ഉണ്ട്. കുളമൊക്കെ മൂടി കിടക്കുവാണ് കേട്ടോ, ഒന്നും വൃത്തിയാക്കാതെയൊക്കെ. ആൾക്കാരൊക്കെ കുറവുള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷേ നല്ല നല്ല രസമുണ്ട് അമ്പലം കാണാൻ, നല്ല അടിപൊളി, നല്ല രസം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതെവിടെയാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും, നമ്മുടെ ആയിൽ കരിയില കുളങ്ങര ദേവി ക്ഷേത്രം, അങ്ങോട്ട് പോവാണ് കേട്ടോ. നമ്മുടെ കുടുംബക്ഷേത്രം, എൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രമാണ്. അപ്പം എല്ലാ മാസവും പോകാറുണ്ട് അവിടെ. അപ്പോൾ പോകുന്നത് എൻ്റെ അപ്പൂപ്പനാണ് കേട്ടോ. ആ കടയിരിക്കുന്നത് നേരത്തെ വിളിച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൂപ്പനും വന്നു, നമ്മളും കറക്റ്റ് സമയത്ത് അവിടെ എത്തി. ആളവിടെ ചായം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ നേരെ അമ്മയുടെ പതിവ് കാര്യത്തിലേക്ക് കടന്നു. അർച്ചന, എല്ലാവരുടെ പേരിലും അർച്ചന നടത്തിക്കുക എന്ന പരിപാടിയിലേക്ക് കടന്നിട്ട് ഭരതനം ചൊല്ലാൻ ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ താതനവിടെ വസിക്കുന്നു മാതാവേ അമ്മ വെറുതെ ഇരുന്നത് അപ്പം എന്തോ പറഞ്ഞു. ചോദിച്ചാലതെന്തയ്യ
വരണമ്മ അപ്പൂപ്പ. അങ്ങനത്തെ അപ്പൂപ്പൻ എന്ത് ചെയ്യുക അവിടെ നിന്നെങ്കിൽ നടന്ന് വരികയാണ് കേട്ടോ. നിക്കുൻ്റെ മുത്തശ്ശൻ എൻ്റെ അമ്മയുടെ അച്ഛൻ. ഓക്കെ, അങ്ങനെ ദേ ആൾ നടന്ന് വരുന്നുണ്ട് കേട്ടോ. വയ്യ കേട്ടോ, ആൾക്ക് തീരെ വയ്യ, ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിൽ ചുറ്റിയൊക്കെ തൊഴുതുകൊണ്ടിരിക്കുവാണ്. ഇങ്ങനെ അധികം വെയിലും ഒന്നുമില്ലായിരുന്നു കേട്ടോ. സാധാരണ ഇവിടെ വരുമ്പോൾ മൊട്ടം വെയിലായിരിക്കും, ഓടിയാണ് തൊഴുന്നത്. പക്ഷേ ഇന്ന് വെയിലും ഒന്നുമില്ലായിരുന്നു, മഴയും ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ച് നല്ല കൂളായിട്ട് ശാന്തമായിട്ട് നിക്കുവിനെയൊക്കെ നന്നായിട്ട് തൊഴിപ്പിച്ചു കേട്ടോ. നിക്കുവിനെ അവിടെ കൊണ്ട് മറ്റേ എന്തുവാ അമ്മ എല്ലാ നടയിലും മറ്റേ എന്താ സാമ്പ്രാണി വെപ്പിച്ചു കേട്ടോ. അവളാണ് വെക്കുന്നത്. ശരിക്കും അമ്പലത്തിൽ വരുമ്പോൾ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാറില്ല കേട്ടോ. ഞാനങ്ങനെ തൊഴുതിട്ട് പോവാണ്, ജസ്റ്റ് ചെറിയ വീഡിയോസ് എടുക്കും. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് ലോങ് ആയിട്ട് വീഡിയോ എടുക്കുന്നത്. അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ തൊഴാനല്ലേ പോകുന്നത്, അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കുന്നത് എനിക്കും അത്ര കംഫർട്ടബിൾ അല്ല. എന്നാലും ഇന്ന് ഫുള്ളായിട്ട് എടുത്തേക്കാന്ന് കരുതി ഞാനങ്ങ് എടുത്തേ കേട്ടോ. അതേ കണ്ടേ, കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി തൊട്ടിലൊക്കെ കെട്ടിയേക്കുന്നു. കൊള്ളാമല്ലേ. നിൽക്കും അവിടെ കിടന്ന് ഭയങ്കര ആർമാദമാണ് കേട്ടോ. അതേ തറയിൽ ഇറക്കി വിട്ടപ്പോൾ മണ്ണിൽ കിടന്ന്, വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഇറക്കി വിട്ടു കേട്ടോ. അപ്പോൾ ആൾ കുറച്ചൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇറക്കി വിട്ടപ്പോൾ പിന്നെ ഒന്നും പറയണ്ട, ഭയങ്കര ഓട്ടവും ബഹളവും മറ്റെന്തോ സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ അവൾ കിടന്ന് ബഹളം വെക്കുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ അമ്പലത്തിലും കഴിഞ്ഞിട്ട് ദേ പതിയെ നടന്ന് പോവാണ് കേട്ടോ. ഈ സംഭവം എന്താണെന്ന് അറിയാമോ, തിരിച്ചു പോവാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം പെരുമ്പഴത്തൂരൊക്കെ എത്താറായപ്പോൾ, അതായത് വീട് എത്താറായപ്പോൾ ഒരു കാര്യം ഓർത്തു. എന്തോന്നാ, അമ്മയുടെ പേഴ്സ് എടുക്കാൻ മറന്നു. അമ്പലത്തിൽ അവിടെ എവിടെയോ വെച്ചിട്ട് മറന്ന് പോയി. അങ്ങ് എത്താറായപ്പോഴാണ് ആൾ ഓർത്തത്. അങ്ങനെ തിരിച്ചു വന്നു കേട്ടോ. ഓ കൊടുക്കണം വരുമ്പോ കിട്ടി കേട്ടാ. അപ്പൊ ഇവിടെ പോയാ ഓ അത് തന്നെ. അല്ലെങ്കിൽ ഇപ്പൊ പൂജയൊക്കെ സമയമാണ്, ആരെങ്കിലും ഒക്കെ വരും, എടുത്തോണ്ടൊക്കെ പോവും. അമ്പലമായോണ്ട് എടുക്കൂല ഒരു പൂ മാറണം. അപ്പോ വന്നാ കിട്ടരുതായിരുന്നു. അങ്ങനെ പേഴ്സൊക്കെ എടുത്ത് ഞങ്ങൾ ദൈവമേ തിരികെ പോകേണ്ട അവസ്ഥ വന്നു കേട്ടോ. ദേവി വിചാരിച്ചാണ് നീ ഒന്നുകൂടെ പോയിട്ട് പോയെന്ന്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ഏകദേശം എത്താറായി. എന്നിട്ടാണ് അമ്മ ഓർത്തൊന്ന് ആലോചിച്ച് നോക്കി തിരികെ പോയിട്ട് വന്നേ കേട്ടോ. ലാസ്റ്റ് ഭാഗ്യത്തിന് അമ്മ ഓട്ടോയിലിരുന്ന് തന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ. അവിടെ പൂജയ്ക്ക് എഴുതുന്ന സ്ഥലത്ത് ഇങ്ങനെയാണ് സംഭവം, ഞങ്ങളിപ്പോൾ വന്നിട്ട് പോയതായിരുന്നു, ഒരു പേഴ്സ് അവിടെ നടയിൽ വെച്ചിട്ടുണ്ടെന്ന് എടുത്ത് വെക്കാവോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിരുന്നു. ഇല്ലെങ്കിലും അവിടെ നിന്ന് പോവില്ല എന്നായിരുന്നു വിശ്വാസം. കുറച്ചുകൂടെ സമയം കഴിഞ്ഞാൽ പൂജ തുടങ്ങും, ആൾക്കാരൊക്കെ ഒരുപാട് വരും കേട്ടോ. അങ്ങനെ ഇത് വിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു, നല്ല മധുരമായിരുന്നു. എനിക്ക് കഴിച്ചില്ല, എന്താണെന്ന് അറിയത്തില്ല, അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രസാദമൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു. പഴമൊക്കെ ഇട്ട് എന്തോ ശർക്കരപ്പാനിയോ അങ്ങനെ എന്തൊക്കെ ഒഴിച്ച് നെയ്യൊക്കെ ചേർത്തിട്ട് നല്ലൊരു ത്രിമധുരം പോലത്തെ ഒരു സംഭവം. പക്ഷേ ത്രിമധുരം അല്ല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോയിട്ടോ. അതുകൊണ്ട് ഇച്ചിരി വിശപ്പുണ്ടായിരുന്നു. 12 മണിയൊക്കെ ആയി വന്നപ്പോൾ. അപ്പോൾ കുറച്ചൊരു ചായ ഇട്ട് ഈ മിക്സറിൽ ഇങ്ങനെ ഉള്ളിയൊക്കെ സവാളയൊക്കെ ഇട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളിയൊക്കെ എനിക്ക് കൊത്തി അരിഞ്ഞിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളൊരു ചാട്ട് മസാലയൊക്കെ പോലെ കുറച്ച് തക്കാളിയൊക്കെ ഇട്ടാൽ ചാട്ട് മസാല ഇട്ട് കഴിക്കാം. അപ്പോൾ അതിനുള്ള സാവകാശം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഇത് കഴിക്കുവാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. വിശന്നിരുന്നിട്ടാണോ എന്തോന്ന് അറിയത്തില്ല, ചായ ഇട്ട് കുടിച്ചു. 12 മണി കഴിഞ്ഞു, എന്നാലും ചോറ് ഉണ്ണണവരെ പിടിച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അതേ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നിൽക്കും വന്ന് ഇടയ്ക്കിടയ്ക്ക് കഴിച്ച് അവിടെ മൊത്തം അലമ്പാക്കുന്നുണ്ട്. അത് വേറെ കാര്യം. എത്ര പേർക്ക് ഇങ്ങനെ ഇഷ്ടമുണ്ട് ഇങ്ങനെ നമ്മുടെ മിക്സറിൽ ഇങ്ങനെ ചിപ്സ് ഈ സംഭവമൊക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്? എത്ര പേര് കഴിക്കുമെന്ന് എനിക്കറിയത്തില്ല. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ, അടിപൊളിയാണ്. സവാളയും ഉള്ളിയൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടാവും കേട്ടോ. പക്ഷേ എനിക്കിഷ്ടമാണ്, എനിക്കിങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുമ്പോഴത്തേനും നിക്കൂന് മെറ്റീരിയൽ എടുത്തില്ലേ, അവളുടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബർത്ത്ഡേക്ക്, അതൊന്ന് കൊറിയർ ചെയ്യണം കേട്ടോ. കൊറിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പോവുകയാണ്. ഞാനും അമ്മയും ബാക്കി മെറ്റീരിയൽ എടുക്കാനും കൊറിയർ ചെയ്ത് കൊടുക്കാനും. നിക്കൂ ടൈമൊക്കെ ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചടപടയെന്ന് ചോറ് കഴിക്കുകയാണ്. പരിപ്പ് കറി ഉണ്ടായിരുന്നു, പപ്പടം വെച്ചു, പിന്നെ തോരൻ ഉണ്ടായിരുന്നു, പിന്നെ കൊഞ്ച് തീയൽ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൊഞ്ച് തീയൽ എൻ്റെ ഫേവറേറ്റ് ആണ്. ഇന്നത്തെ കറി
കറികളൊക്കെ എൻ്റെ ഫേവറേറ്റ് കറികളാണ് കേട്ടോ. കൊഞ്ച് തീയൽ, പരിപ്പ് കറി, പിന്നെ നമ്മുടെ തോരനില്ലേ, എന്തോ ഈ തോരൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ, ആ ഒരു തോരനുണ്ടായിരുന്നു, അതൊക്കെ എൻ്റെ ഫേവറേറ്റാണ്. പാവൻ്റെ നിക്കു ഉറങ്ങിക്കിടക്കായിരുന്നു കേട്ടോ. അവളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ടാണ് കൊണ്ടുപോയത്. അങ്ങനെ ഞങ്ങൾ കൊറിയർ ചെയ്ത് കേട്ടോ. പോസ്റ്റ് ഓഫീസിൽ പോയി ഉച്ച കഴിഞ്ഞു. എനിക്ക് പേടിയുണ്ടായിരുന്നു അത് ക്ലോസ് ചെയ്യുമെന്ന്, പക്ഷേ ഇല്ല, എനിക്ക് അയക്കാൻ പറ്റി കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ രാമചന്ദ്രയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് അധികം ടൈമില്ല കേട്ടോ. കാരണം അമ്മയ്ക്ക് ഒരു 3:45-4 മണിക്ക് ഇറങ്ങണം കേട്ടോ, ഇല്ലെങ്കിൽ അമ്മ ലേറ്റായി പോകും. അപ്പം അതുകൊണ്ട് ഇപ്പം തന്നെ ഏകദേശം സമയം 3 മണി ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചടപടേന്ന് പോയി. ഞാൻ മുന്നേ നോക്കി വെച്ചിരുന്ന ഒരു മെറ്റീരിയൽ ബ്ലൂ കളർ, ഞാൻ ബ്ലൂ മനസ്സിൽ വിചാരിച്ച് തന്നെ പോയി കേട്ടോ. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരുപാട് നല്ല അടിപൊളി കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ബ്ലൂ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോയതുകൊണ്ട് ഞാൻ അത് തന്നെ എടുത്തു. അവൾക്ക് ബർത്ത്ഡേ അന്ന് മോർണിംഗിൽ നമുക്ക് അമ്പലത്തിൽ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നോക്കിയപ്പോൾ അമ്മ പറഞ്ഞ് വേറെ നല്ല അടിപൊളി കളേഴ്സൊക്കെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് ബ്ലൂ തന്നെ മതി, ഞാൻ അതും മനസ്സിൽ വിചാരിച്ചിട്ടാണ് വന്നത് എന്ന് പറഞ്ഞ് അത് തന്നെ എടുത്ത കേട്ടോ. പിന്നെ അതിന് പറ്റിയ മെറ്റീരിയൽസും പിന്നെ പിറന്നാളിന്, അതായത് നാളെ വരുന്ന ദിവസമല്ലേ, അന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടൊരു സെറ്റിൻ്റെ സംഭവം കൂടെ എടുത്തു. അതും എല്ലാം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മനസ്സ് മാറുന്നുണ്ട്. സെറ്റിൻ്റെ സംഭവം ബ്ലൂ ഞാൻ കൺഫേം ചെയ്ത് വെച്ചിരുന്നായിരുന്നു. പക്ഷേ ഈ സെറ്റിൻ്റെ സംഭവം ഏതെടുക്കണം എന്ന കൺഫ്യൂഷനിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഓരോന്നൊക്കെ മയിലിൻ്റെയും കുറേയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വിചാരിച്ച് അവസാനം ഒരു ചെക്ക് പോലത്തെ ഒരു സംഭവം ഇതായിരുന്നു ഫസ്റ്റ് നോക്കി കേട്ടോ. ഇപ്പം അമ്മ എടുക്കുന്നത് അത് കൊള്ളായിരുന്നു, പക്ഷേ ഇത്തിരി ഓവറായോ. പിന്നെ അവൾ കുഞ്ഞല്ലേ, കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയായിരിക്കും. ഇത് മയിലിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല മയിൽപ്പീലിയുടെയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ വേണ്ട, എന്തോ എനിക്ക് പിന്നീട് ഞാൻ അങ്ങ് മാറ്റി. ഈ സംഭവം ഈ ചെക്കിൻ്റെ തന്നെ എടുത്ത് കേട്ടോ. ഇത് അമ്മയ്ക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. എന്താ ലുങ്കിയൊക്കെ ചെക്ക് പോലെ ഇരിക്കുന്നു, പക്ഷേ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ സംഭവങ്ങളും അതിൻ്റെ ലൈനിങ്ങും സംഭവങ്ങളൊക്കെ എടുത്തു. പിന്നെ നിക്കുവിന് പട്ടുപ്പാവാട സ്റ്റിച്ച് ചെയ്യാൻ മേടിച്ച ബ്ലൂ ഇല്ലേ, ആ ബ്ലൂവിൽ എനിക്കൂടെ ഒരു സാരി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുത്തത് കേട്ടോ. ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കരുതി, നമ്മുടെ സെറ്റ് മുണ്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് മറ്റേ ട്വിന്നിങ് ആയിട്ട് ഇടാൻ കരുതിയിട്ട് എനിക്കിവിടെ 1 മീറ്റർ എടുത്തു കേട്ടോ, എക്സ്ട്രാ ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ കറങ്ങി നടന്ന് കുറച്ച് മെറ്റീരിയൽസിൻ്റെയൊക്കെ കളക്ഷൻ നോക്കുമായിരുന്നു കേട്ടോ. എപ്പോഴുള്ള പണി തന്നെ ഒരുപാടുണ്ട് കേട്ടോ. നോക്കിയാൽ ഏതെടുക്കണം എന്ന കൺഫ്യൂഷനാവും. മറ്റേ ഗൗഡൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ നല്ല, അല്ലെങ്കിൽ അംബ്രല ഫ്രോക്ക്, അംബ്രല ചുരിദാറൊക്കെ തയ്ക്കാനൊക്കെ ഒരു അടിപൊളി മെറ്റീരിയലൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് കണ്ടിട്ട് കൊതിയായി. എന്നാലും നമ്മൾ പിന്നെ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. ഈ അപ്പൂപ്പൻ്റെ ഓട്ടോയാണ് കിട്ടിയ കേട്ടോ. അപ്പോൾ ഭയങ്കര തഗ്ഗാണ് കേട്ടോ. ഇടയ്ക്ക് വെച്ച് ഓട്ടോ ഒന്ന് പണി മുടക്കിയായിരുന്നു. അപ്പം താഴെ ഇറങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നു, അയ്യോ ഒരു ബഹളമായിരുന്നു. അപ്പം അമ്മ ചോദിച്ചു, ഞങ്ങളൊന്ന് ഇറങ്ങി തരണോ? അപ്പം പറയാണ്, ഇറങ്ങിയാൽ ഇത് സ്റ്റാർട്ടാവുമോ, നിങ്ങൾ ഇറങ്ങിയത് സ്റ്റാർട്ടാവും. അമ്മ ഒന്നും മിണ്ടിയില്ല. എൻ്റെ സാധാരണ സ്വഭാവം അനുസരിച്ച് ഞാൻ നല്ല പറയണതാണ്, പക്ഷേ ഇത് നല്ല ഏജ് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര കോമഡി ആയിട്ട് അതിനങ്ങ് എടുത്തു. ഭയങ്കര തഗ്ഗ് അപ്പൂപ്പൻ. പിന്നെ ഞങ്ങൾ അങ്ങ് വീടിൻ്റെ ഫ്രണ്ടിൽ പോയി നിർത്താനൊന്നും പോയില്ല. റോഡിൽ ഇറങ്ങിയിട്ട് തന്നെ പോകാമെന്ന് കരുതി. കാരണം അപ്പൂപ്പൻ എന്തിനിങ്ങനെ കഷ്ടപ്പെടുത്തുന്നു. അപ്പൂപ്പനാണെങ്കിൽ തീരെ വയ്യ, പാവം. വീട്ടിലെന്തെങ്കിലും അവസ്ഥ കൊണ്ടായിരിക്കുമല്ലോ ഇപ്പോഴും ഓട്ടോ അടിക്കുന്നതല്ലേ. അപ്പം അത്രേ ഉള്ളൂ. ഞങ്ങളങ്ങനെ മെറ്റീരിയൽസൊക്കെ എടുത്ത് ഇനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങണം. 1 മാസം എന്തേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് സ്റ്റിച്ചിങ്ങൊക്കെ തുടങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.